മേരി എന്നെ ചതിച്ചിട്ടില്ലല്ലേ? നീയാണ് മോളെ പെൺകുട്ടി. മേരി, സമയമായി. മേരിയെ, മണി 12 12:30 വണ്ടി. ഒന്ന് വേഗമാവട്ടെ. ബഹളം കൂട്ടാതെ മനുഷ്യ, ഇതൊക്കെ ഒന്ന് കെട്ടിയെടുക്കട്ടെ. എടുത്തോ, ഒറ്റ പൈസ പോലും ബാക്കി വെക്കണ്ട. അയ്യോ, ഒരടിക്ക് 2 കഴിച്ചില്ലേ? ഒരു പച്ചക്ക് 2 മേടിയും. എല്ലാം പോകല്ലോ. വായിച്ചു കൊടുക്കേ. യോഹന്നാ ചേട്ടന്റെ മനസ്സൊന്ന് കുളിർക്കട്ടെ. യോഹന്നാ ചേട്ടനും മറ്റു നാട്ടുകാരും അറിയുന്നതിന് കറവ പശുവായി ജീവിച്ചു മടുത്തു. എന്റെ ചേട്ടന്റെ കിട്ടാവുന്നിടത്തോളം സമ്പാദ്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ കുറച്ചു പോവുകയാണ്. ഇനിയുള്ള കാലം ഞങ്ങൾ എവിടെയെങ്കിലും ഉല്ലാസയാത്രകൾ നടത്തി ജീവിച്ചോളാം. സസ്നേഹം, മേരിയും പൊറിഞ്ചു. NP നാദച്ചേട്ടനും കുഞ്ഞൻ പോലീസും ഞങ്ങളോട് പ്രത്യേകം ക്ഷമിക്കുമല്ലോ. ഞാൻ ഇത്രയും കാലം സമ്പാദിച്ചു കൂട്ടിയതെല്ലാം എടുത്ത് എന്റെ പെങ്ങളെയും കൊണ്ട് നീ പോയല്ലോ. നീ മുടിഞ്ഞു പോവുള്ളൂ. ശ്രീകുട്ടനെ പോയി ഒന്ന് വിളിക്കണ്ടേ? അവൻ വരില്ല. വരും. കുട്ടിക്കാലം മുതലുള്ള അവന്റെ പിടിവാശി നമുക്കറിയാവുന്നതല്ലേ. ശരി, തോറ്റത് ഞാനാണല്ലോ. ഇനിയും തോക്കാൻ നല്ലത് ഞാൻ തന്നെയാണ്. ബുദ്ധിരാക്ഷസന് MR സ്മനുവിന്റെ പ്രിയപുത്രൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ. നീ എന്നോട് പറഞ്ഞല്ലോ, കോളനി ഒഴിപ്പിക്കൽ, എയർ ഫാക്ടറി തുടങ്ങൽ, ഇതിനൊക്കെ ഞാൻ നിന്റെ കൂടെ നിൽക്കും. പക്ഷേ കാര്യം അതല്ല. അവൻ അച്യുതൻകുട്ടി ശ്രീനിലത്തിക്കര സെറ്റപ്പ് ആയാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടിക്കണക്കുള്ള നിന്റെ അച്ഛന്റെ സ്വത്തുക്കൾ അഥവാ നിന്റെ സ്വത്തുക്കൾ പുല്ലുപോലെ അവന്റെ കൈ വരും. അവൻ അതിനാ വന്നതും. അവൻ അവിടെ കിടന്ന് വിലസും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ദേ നീ ഈ വർമ്മയെ ഇങ്ങനെ വിളിച്ചോ. യുദ്ധമാണ്, ആലോചിക്കുക. പക്ഷേ സമയമെടുക്കരുത്. പെട്ടെന്ന് ആലോചിച്ച് തള്ളുക, ആയുധമെടുക്കുക. മനസ്സിലാവുന്നുണ്ട്? ഒന്ന് തെളിച്ചു പറ. ഒന്ന് തള്ളിക്കളയണം. ആറ്റിലോ കടലിലോ റെയിലിലോ എവിടെയാന്ന് വെച്ചാൽ എന്റെ ഒരു ലൈൻ അതാ. നമുക്ക് വേണ്ടവരെ കയ്യിലെടുക്കണം, വേണ്ടാത്തവരെ കഴുത്തിഞ്ഞിരിക്കണം. കേറി നീ ഇവിടെയും കേറിയല്ലടാ എന്റെ കുഞ്ഞിനെ. വർമ്മ സാറിന് വിടാനാ പറഞ്ഞു. മോനെ, വിളിച്ചപ്പോഴൊക്കെ വിളി കേട്ടിട്ടുണ്ട്. എന്നത് വേണ്ടാന്ന് തോന്നിയോ? അന്ന് ഇറങ്ങിയില്ലേ? പിന്നെ എന്തിനാ എവിടെയും കയറി വന്നത്? സഹിച്ചെടുത്തോളം നാണക്കേടൊക്കെ മതി. പണ്ടൊരു അച്ഛനുണ്ടായിരുന്നു, ഇപ്പൊ അതിന്റെ മനസ്സിൽ പോലും ഇല്ല. മോളെ കൊണ്ട് പോടി അവിടുന്ന്. അച്ഛൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവനെ ഒന്ന് കാണണം, അച്യുതൻകുട്ടിയെ.
വരാൻ പറഞ്ഞത് എണ്ണി എണ്ണി പറഞ്ഞ് തല്ലാനാണെങ്കിൽ ഇവിടെ കണ്ടു നിൽക്കാൻ ആളില്ല. മറ്റൊന്ന് ചെയ്യാൻ, കഴുത്ത് ഞെരിച്ച് കടലിലെറിയാൻ. അതിനു മുമ്പ് ഇതൊന്ന് ഒഴുക്കിക്കളയണം. എന്നോ ഞാൻ വിതച്ച തീയിൽ എരിഞ്ഞെരിഞ്ഞ് ഇത്രയുമായി ഞാൻ. ആറ്റുനോറ്റ് നെഞ്ചി കൊണ്ടുകിടന്നതെല്ലാം പടിയിറങ്ങിപ്പോയി. ഇനി പോകാൻ ഈ നെഞ്ചിലെ ഇത്തിരി ചൂട് മാത്രമേ ബാക്കിയുള്ളൂ. തെറ്റുപറ്റിപ്പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. നമുക്കിത് ഒഴുക്കാം, പക്ഷെ ഏത് ഗംഗയിൽ ഒഴുക്കും? എന്റെ പാവങ്ങൾ ഒരു ഈശ്വരന്മാരും പൊറുക്കില്ല. ഞാൻ ആരോടും ആവശ്യപ്പെടുകയില്ല. പക്ഷെ നിന്നോട് ആവശ്യപ്പെട്ട പുറം കാലോട്ട് തട്ടു. പറ, മനസ്സിലെങ്കിലും പറ. പുറത്തു ഞാൻ പൊറുക്കാം. പക്ഷെ പൊറുക്കാത്ത ഒരു മനസ്സ് എന്നും ബാക്കി നിൽക്കും. ആ ശാപവും വേറെ വേണം എനിക്ക് മരിക്കാൻ. നീ വിശ്വസിക്കും, ഞാൻ നിന്റെ അച്ഛനാ, നിന്റെ അമ്മയെ അംഗീകരിച്ചവനാ. സകല ദൈവങ്ങളെ സാക്ഷി നിർത്തി കുഞ്ഞുലക്ഷ്മിയുടെ കർമ്മം നമുക്ക് ചെയ്യണം. ഇനിയെങ്കിലും അവള് ശാന്തമായി ഉറങ്ങട്ടെ. മോനെ, എന്റെ മോൻ ഇനി എന്ത് വേണം ചോദിക്കാൻ? പുല്ലൂരാൻ പാറയ്ക്കുള്ള ആദ്യത്തെ വണ്ടിക്ക് എനിക്ക് പോണം. ഇനി ഈ വഴിക്ക് ഒരിക്കലും പോട്ടെ. പോരാ, നിന്നെ വെറും കൈയോടെ പറഞ്ഞയച്ച അച്ഛൻ മരിക്കുമ്പോ കണ്ണടയില്ല മോനെ. ചോദിക്കാൻ. എന്തും ചോദിക്കാമോ? എന്തും ചോദിക്കാം. ആ കോളനിയിലെ ആൾക്കാർ പാവങ്ങളാണ്. അവരായിരുന്നു ഇത്രയും നാളും എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കുടുംബം. ഇനിയും അവരെ വേദനിപ്പിക്കരുത്. അവരുടെ കൂരകളിൽ സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ. എന്റെ ആദ്യത്തെ സമ്പാദ്യമാണ് ആ കോളനി. അത് നിനക്കുള്ളതാ. ഇഷ്ടം പോലെ ചെയ്യാം. പോട്ടെ. എന്ത് പറ്റി ഇവിടെ എല്ലാവർക്കും? പറ. എന്താ രേഷ്മ ഉണ്ടായി? മോനെ അച്ചു, എടീ അകത്തേക്ക് പോ. പോടി അകത്തേക്ക്. അമ്മേ, മോനെ നീ ഇവിടുന്ന് പൊയ്ക്കോ. ഈ കോളനിയിൽ എല്ലാവർക്കും ഒരു സമാധാനമായിരുന്നു. നീ ഇവിടെ നിന്ന് എല്ലാം തീരും. നീയും തീരും മോനെ. പൊയ്ക്കോ. ഇന്നെ ഇനി ഇവിടെ കാണണ്ട. അയ്യോ ഒന്നും പറയണ്ട മോനെ.
നിന്റെ ചോര എവിടെ വിടുന്ന് കാണാൻ ഈ അമ്മയ്ക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടാണ് മോനെ. പോയ്ക്കോ, പോ, പോ. ഇവിടെ പോടിയകത്ത്. അമ്മേ അയ്യോ, ഞാൻ അറുത്തിട്ട് അവിടുന്ന് എഴുന്നേറ്റ് വരുമല്ലേ നീ? എങ്കിലും എനിക്കതൊന്ന് കാണണം. എന്റെ അമ്മയെ കണ്ടു, നിന്റെ തന്തയെ കണ്ടു, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നുവല്ലേ? ഇനി ശ്രീനിലയത്തിലേക്ക് താമസം മാറ്റിയാൽ മാത്രം മതി, അല്ലടാ? ശ്രീകുട്ട, നീയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതല്ലേ? എന്തിന്? ആ മനുഷ്യനെ വിടാൻ പറ. എന്റെ കൂടെ ഉള്ള ആളാ, പാവ. വിടാൻ പറ. ഞങ്ങൾ പോവുകയാണ് ശ്രീകുട്ട. അതേടാ, യാത്രയക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ മെനക്കെട്ട് വെക്കുന്നത്. പക്ഷെ യാത്ര നിന്റെ അമ്മയുടെ പുല്ലൂരം പാറയ്ക്കല്ല, അങ്ങ് മുകളിലോട്ട്. അനിയ, ആരാണ് നിന്റെ അനിയൻ? ഒന്നതേ ഈ കോളനിയിൽ എല്ലാവരും കാണാൻ പാകത്തിന് കെട്ടി തൂക്കി ഞാൻ. നിന്നെ ഇത്രയും കാലം അരിയിട്ട് വാഴിച്ച ഏതെങ്കിലും ചെറ്റകൾ ഇറങ്ങി വരണോ നോക്കണ? വരില്ല. എന്റെ അച്ഛന്റെ മോൻ അല്ലേ? എന്റെ സ്ഥാനത്തിനും സ്വത്തുക്കൾക്ക് അവകാശിയായി ഇങ്ങനൊരു തെണ്ടി ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. ഇന്ന് ഇവിടെ വെച്ച് തീരണം. നീയും നിനക്ക് കൂട്ടുവന്നവൻ. ശ്രീകുട്ട, എനിക്കൊരു സ്ഥാനവും വേണ്ട, ആരുടെയും സ്വത്തുക്കളും വേണ്ട. ഞാൻ വന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു. ഇനി ഈ വഴിക്ക് ഒരിക്കലും ഞാൻ വരില്ല. മരിക്കാനുള്ള പേടിയുണ്ടല്ല. എന്നെ കൊന്നിട്ട് നീ, നമ്മുടെ അച്ഛൻ, ആ കുടുംബം വേണ്ട. ശ്രീകുട്ട, എന്നെ വിട്ടേക്ക്. ഇല്ലടാ, നീ ചത്തു എന്ന് ഉറപ്പാക്കിയിട്ട് വേണം എനിക്ക് ജീവിക്കാൻ. അടിച്ച് കൊല്ലടാ പട്ടിയെ.
മോനെ ലംബോ പിടിച്ചോ. ഇവനെ കൊല്ലണോ എങ്കിൽ ആദ്യം എന്നെ കൊല്ല, എന്നിട്ട് മതി. എനിക്ക് പറ്റിയ തെറ്റ് എന്റെ മോൻ തിരുത്ത്. എന്റെ നെഞ്ചി കിടന്ന് വളർന്നവനാ നീ. ഒരച്ഛൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പൊ നീ വെട്ടിക്കൊല്ലാൻ പോകുന്ന ഇവനും എന്റെ മോനാ. ഒരു ഉരുള ചോറ് ഈ കൈ കൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. വന്ന് കണ്ട അന്ന് മുതല് തല്ലി പായിക്കാനേ നോക്കിയിട്ടുള്ളൂ. നിനക്കൊക്കെ വേണ്ടി ഇനി വയ്യ. എല്ലാരും കേക്ക് ഞാൻ ഉറക്ക വിളിച്ചു പറയുന്നു, ഈ നിൽക്കുന്ന അച്ഛനും കുട്ടി എന്റെ മോനാ. ഇനി എനിക്ക് ഇവനെ നിന്നെ വേണം. അതിനനുവദിക്കില്ലെങ്കിൽ നിന്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്റെ അവസാനം. അടിയടാ അവനെ.